ചോറിന് കറിയൊന്നും ഇല്ലാത്തപ്പോഴും എന്നാൽ കറി ഉണ്ടാക്കാൻ മടിയുള്ള ദിവസങ്ങളിലൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ചമ്മന്തിയാണ് കേട്ടോ അത്. ശരിക്കും നിങ്ങളൊരു പപ്പടം ലവർ ആണെന്നുണ്ടെങ്കിൽ എന്തായാലും ഈ ഒരു ചമ്മന്തി നിങ്ങൾക്ക് ഇഷ്ടമാവും. അപ്പോൾ ഇത് റെഡിയാക്കി എടുക്കാനായിട്ട് മെയിനായിട്ട് വേണ്ടത് നമ്മുടെ പപ്പടം തന്നെയാണ്. അപ്പോൾ ആദ്യം തന്നെ നമുക്കൊരു 4-5 പപ്പടം പൊരിച്ചെടുക്കാം. പിന്നെ എന്ത് കൂട്ടാനില്ലാന്നുണ്ടെങ്കിലും ചോറിൻ്റെ കൂടെ സൈഡായിട്ട് നമ്മുടെ പപ്പടം വേണമെന്ന് മസ്റ്റായിട്ടുള്ള കുറേ ചങ്കുകൾ ചങ്കത്തികളൊക്കെ ഉണ്ട് അല്ലേ. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് എന്തായാലും ഈ ഒരു വീഡിയോ ഷെയർ ആക്കി കൊടുത്തോളി, കാരണം അവർക്ക് ഉറപ്പായിട്ടും ഈ ഒരു റെസിപ്പി ഇഷ്ടപ്പെടും. അങ്ങനെ നമ്മുടെ പപ്പടമൊക്കെ ഒന്ന് വറുത്തെടുത്തതിന് ശേഷം സെയിം എണ്ണയിലേക്ക് തന്നെ നമുക്ക് കുറച്ച് ചെറിയുള്ളി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നല്ലപോലെ ഒന്ന് ഫ്രൈ ആക്കി എടുത്തതിന് ശേഷം ഇതിനൊന്ന് കോരി മാറ്റി വെക്കണം. അപ്പോൾ കൂടുതൽ അളവിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ ചുവന്നുള്ളിലേക്ക് ഏകദേശം നല്ലപോലെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിനെ ഈ എണ്ണയിൽ നിന്നും കോരി മാറ്റാം. ഇനി അടുത്തതായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് വറ്റൽമുളകാണ്. ഒരു 8-10 ചുവന്ന മുളക് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ അതും ഈ എണ്ണയിലിട്ടിട്ട് കരിഞ്ഞു പോവാത്ത രീതിയിൽ തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇനി അടുത്തതായിട്ട് നമുക്കിതിലേക്ക് വേണ്ടത് തേങ്ങയാണ്. അപ്പോൾ ഒരു അരമുറി തേങ്ങയാണ് ഞാനിപ്പോൾ അവിടെ ചെറിയ എടുത്തിട്ടുള്ളത്. അതൊരു മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള ചുവന്നുള്ളിയും ചുവന്ന മുളകും കൂടെ ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. അതിനുശേഷം ഇനി ചേർത്ത് കൊടുക്കേണ്ടത് നമ്മുടെ പപ്പടമാണ് കേട്ടോ. അപ്പോൾ എത്രത്തോളം പപ്പടം വേണോ അതിനനുസരിച്ച് പപ്പടം ചേർത്ത് കൊടുക്കാം. കൂടുതൽ പപ്പടം ചേർത്ത് കൊടുക്കുന്ന സമയത്ത് കൂടുതൽ ഫ്ലേവറായിട്ട് കിട്ടും. അപ്പോൾ ഒരു 4-5 പപ്പടം ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് വീണ്ടും പൾസ് മോഡിലിട്ടിട്ട് ഒന്നുകൂടെ കറക്കിയെടുക്കാം. ഇനി അടുത്തതായിട്ട് ഇതിലേക്ക് വേണ്ടത് ഉപ്പാണ് കേട്ടോ. ഓൾറെഡി നമ്മുടെ പപ്പടത്തിൽ ചെറിയൊരു അളവിൽ ഉപ്പുണ്ടാവും. അപ്പോൾ അതിനനുസരിച്ച് നോക്കിയിട്ട് ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. ഇനി എല്ലാം കൂടെ നല്ല പോലെ ഒന്ന് അരച്ചെടുത്തതിന് ശേഷം നമുക്കിതിനെ ഇതിൽ നിന്നും മാറ്റി കൊടുക്കാം. അല്ലടാ, നമ്മളിതിലൊരു സാധനം ചേർത്ത് കൊടുക്കാൻ മറന്നുപോയിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം അരച്ച് കഴിഞ്ഞതാ ഇതുപോലെ ഉരുട്ടിയെടുത്തപ്പോഴാണ് സംഭവം ഓർമ്മ വന്നിട്ടുള്ളത്. വേറെ ഒന്നുമല്ല, ചെറിയൊരു കഷ്ണം പുളി കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. അപ്പോഴാണ് നമുക്ക് ആ ഒരു നല്ല ടേസ്റ്റ് കിട്ടുന്നത് കേട്ടോ. അപ്പോൾ ഇനി പുളി ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാനിതിലേക്ക് ഒരല്പം വിനാഗിരി കൂടെ ചേർത്തിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ചെറിയ ഒരു പുളിയുടെ ടേസ്റ്റ് കൂടെ കിട്ടണം കേട്ടോ. അപ്പോഴാണ് നമ്മുടെ ആ ഒരു ചമ്മന്തി അടിപൊളിയായിട്ട് കിട്ടുകയുള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി ഇത് നമുക്ക് ചോറിൻ്റെ കൂടെ സെർവ് ചെയ്യാം. അപ്പോൾ ഇനി നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് പുളി ചേർത്ത് കൊടുക്കാൻ മറക്കണ്ട കേട്ടോ. ഇനി ചോറിലേക്ക് നമുക്ക് എത്രത്തോളം ചമ്മന്തി വേണോ അതിനനുസരിച്ച് ചമ്മന്തിയൊക്കെ ചേർത്ത് കൊടുത്ത് ഒരല്പം വെളിച്ചെണ്ണ കൂടെ മുകളിൽ തൂവി കൊടുത്തതിന് ശേഷം ഇതുപോലെ അങ്ങോട്ട് കുഴച്ച് കഴിച്ചാലുണ്ടല്ലോ, നമുക്ക് പിന്നെ വേറെ ഒരു കൂട്ടാനും വേണ്ട. സംഗതി സെറ്റാണ്. അപ്പോൾ എങ്ങനെയാണ്? സംഭവം ഈസി അല്ലേ?